ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു മണി മേക്കിംഗ് വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി റിട്ടേൺസ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു വെബ്സൈറ്റാണ്. അപ്പോൾ മുമ്പ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൽ ആരും തന്നെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓക്കെ, കാര്യം ഇങ്ങനെയുള്ള വെബ്സൈറ്റൊക്കെ എപ്പോഴും പൂട്ടിപ്പോവാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിലൊന്നും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓക്കെ, പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെറിയ ചെറിയ പ്രൊമോഷൻസ് കിട്ടുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ ഏണിങ്സ് നമുക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള പ്രൊമോഷനിലൂടെയൊക്കെയാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയുന്നത് ആരും ഇതിൽ ക്യാഷ് ഇടരുന്നത്. കാരണം ഇങ്ങനെയുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും ഏത് സമയം വേണമെങ്കിലും ഇങ്ങനത്തെ വെബ്സൈറ്റൊക്കെ പൂട്ടിപ്പോവാം. അപ്പോൾ ഇപ്പോൾ കറൻറ്റ്ലി പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. വിഡ്രോൾ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നല്ല സിമ്പിൾ സെൽഫ് ഫീഡിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലോട്ട് എത്താനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഫോം വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ആയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ, അതുപോലെ തന്നെ നിക് നെയിം, അതായത് നിങ്ങളുടെ പേര്, അതുപോലെ ഒരു പാസ്വേഡ്, അതുപോലെ ഇൻവിറ്റേഷൻ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ കോഡ്, അതായത് OTP ഒന്നും വരില്ല, ജസ്റ്റ് ഇത് സെൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കോഡ് വരും. നിങ്ങളൊന്നും ചെയ്യേണ്ട, പിന്നെ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. സോ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ആപ്ലിക്കേഷൻ്റെ, അതായത് ഈ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലോട്ട് നിങ്ങൾ ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഹോം പേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു സൈൻ ബോണസ് ആയിട്ടൊരു 120 രൂപ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, സോറി, അതായത് 20 രൂപ നിങ്ങൾക്ക് ഇതിൽ സൈൻ ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ 20 രൂപ ഉണ്ട്. അതുപോലെ ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൂഫ് കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ 20 രൂപ കിട്ടും. അതല്ലാതെ നിങ്ങൾ ഇതിൽ ക്യാഷ് ഇടണമെന്നാൽ നിങ്ങൾക്ക് ഇതിൽ എന്താണ് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. താഴെ അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ബൈ ചെയ്യാൻ പറ്റും. മിനിമം 190 രൂപയുടെ ആണ് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ 290 രൂപയുടെ ആണ് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ 1990 അങ്ങനെ നിങ്ങൾക്ക് കൂടി എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ബൈ ചെയ്യാൻ നിങ്ങൾ ആദ്യം തന്നെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. അതായത് റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വേണ്ടി ഒരു റീചാർജിൽ ക്ലിക്ക് ചെയ്യുക. റീചാർജ് ക്ലിക്ക് ചെയ്ത ശേഷം മിനിമം റീചാർജ് എമൗണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും റീചാർജ് ചെയ്യാം. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ എന്തായാലും മിനിമം 290 രൂപയാണ്. അപ്പോൾ 20 രൂപ നിങ്ങൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 270 രൂപ നിങ്ങൾ റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരും മിനിമം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, നേരെ ഇതിൽ വന്നിട്ട് റീചാർജ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ എമൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ചാനലുണ്ട്. അപ്പോൾ ഇവിടെ പല പേയ്മെൻറ്റ് ഗേറ്റ് വേസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ എടുക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ QR കോഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു QR കോഡിലോട്ട് നമ്മൾ പേ ചെയ്തതിന് ശേഷം താഴെയായിട്ട് ആ ഒരു 12 ഡിജിറ്റ് കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എന്താണ് നിങ്ങളുടെ റീചാർജ് സക്സസ്ഫുൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൽ റീചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് എന്താ ഇതിൽ ഈ പ്രൊഡക്റ്റ് ബൈ ചെയ്യാന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇൻവെസ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ആയിട്ട് ഞാൻ പറഞ്ഞ മിനിമം 290 രൂപയാണ്. അപ്പോൾ അതിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് 47 ദിവസമാണ്. 47 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 11,040 രൂപ കിട്ടും. പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും പൂട്ടിപ്പോവും. ഡെയിലി 234 രൂപ വെച്ച് കിട്ടും. അതായത് നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്ന അപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് ഈ ഒരു 47 ദിവസം എപ്പോഴാണ് കഴിയുന്നത് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഡെയിലി കിട്ടുന്ന വിഡ്രോ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കിട്ടുന്നതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ 47 ദിവസത്തിന് മുമ്പായിട്ട് അതിന് മുമ്പായിട്ട് ഈ വെബ്സൈറ്റ് പൂട്ടിപ്പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, ഏകദേശം ഉറപ്പാണ്. ഓക്കെ, പിന്നെ അടുത്ത വേറെന്ന് പറയുമ്പോൾ VIP 2 ലെവലുണ്ടാവും. അതായത് 1990. അപ്പോൾ അത് VIP 1 ആദ്യം ബൈ ചെയ്താലേ നിങ്ങൾക്ക് ഇതൊക്കെ ബൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പല VIP-കളുണ്ട്. ഓക്കെ, അതായത് ലെവൽസ് ഉണ്ട്. പിന്നെ വെൽഫെയർ ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഡേ ഒരു ദിവസത്തേക്കാണ് ഇതിൽ വരുന്നത്. ഓക്കെ, പക്ഷേ ഇതെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് VIP 1 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അത് മിനിമം 200 രൂപയാണ്. 200 രൂപയുടെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലും 300 രൂപ ഒറ്റ ദിവസം കൊണ്ട് കിട്ടും. പിന്നെ 500 രൂപ, അതിന് VIP 2 ആണ്. 500 രൂപ ആണെങ്കിൽ 1000 നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ ആക്ടിവിറ്റി ഫണ്ട് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ച് ഇത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. വേറെ ഇതിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓഫേഴ്സ് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് ഇവിടെ നോട്ടീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് VIP കാര്യങ്ങൾ കാണാൻ പറ്റും. സൈനിങ് റിവാർഡ് കാര്യങ്ങളുണ്ട്. VIP 1 ഡെയിലി 8 റുപ്പീസ് വെച്ച് സൈനിങ് റിവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വേറെ റഫറിങ് കാര്യങ്ങളുണ്ട്. റഫർ ചെയ്തിട്ട് ഏൺ ചെയ്യാം. അതുപോലെ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ സൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് VIP 0 ആയാലും പറ്റില്ല. VIP 1 ആണെങ്കിൽ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് റഫറിങ്ങിന് നല്ല കമ്മീഷൻ കാര്യം കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് ടീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവൈറ്റ് ലിങ്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ പെർ റെഫർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 35% കമ്മീഷൻ അവർ റീചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏണിങ്സ് ലെവൽ 3 ലെവൽ ഇൻകം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതിനായിട്ട് ലക്കി ഡ്രോവും കാര്യങ്ങളുണ്ട്. അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പിന്നും കാലം കിട്ടും. അപ്പോൾ നിങ്ങൾക്കിപ്പം
ഇത് ഓരോ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുമ്പോഴേക്കാണ് നിങ്ങൾക്ക് ഈ സ്പിന്ന് കിട്ടുന്നത്. ഒരു സ്പിന്ന് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ താഴെ നോക്കുകയാണെങ്കിൽ വേറെ ടാസ്ക് റിവാർഡ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അത് 2 പേര് 2 ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 രൂപ എക്സ്ട്രാ വേറെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ താഴെയായിട്ട് ഡെയിലി ഇൻവിറ്റേഷൻ റിവാർഡ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വിഡ്രോയിൽ നോക്കാം. വിഡ്രോ ചെയ്യേണ്ട അക്കൗണ്ടിൽ വരാം. അതിനുശേഷം നിങ്ങൾ വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആയിട്ട് ഇപ്പോൾ ഞാൻ ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആദ്യം ബൈൻഡ് ചെയ്യാനായിട്ട് ഒരു ബാങ്ക് കാർഡിൽ വരിക. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ബൈൻഡ് ചെയ്യണം. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം വേണം നിങ്ങൾ വിഡ്രോയിൽ വരാൻ. ട്രേഡ് പാസ്വേഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വിഡ്രോയിൽ വരാം. മിനിമം വിഡ്രോയിൽ എന്ന് പറയുന്നത് 106 രൂപയാണ്. അപ്പോൾ 106 രൂപയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക, ബാങ്ക് കാർഡ് സെലക്ട് ചെയ്യുക, നേരെ അപ്ലൈ വിഡ്രോയിൽ കൊടുക്കുക. അപ്പോൾ ഡെയിലി വിഡ്രോയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണില്ലേ 19:30 വരെയാണ് നിങ്ങൾക്ക് വിഡ്രോ. അതായത് 7:30 വരെയൊക്കെയാണ് വിഡ്രോയിൽ വരുന്നത്. രാത്രി 1 മണി. ഓക്കെ, ഏകദേശം ഫുൾ ടൈം വിഡ്രോയിൽ ഉണ്ട്. കുറച്ച് സമയമാണ് വിഡ്രോയിൽ ഇല്ലാത്തത്. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴാണ് വിഡ്രോ ചെയ്യാം. പിന്നെ ഓൺലി വിഡ്രോയിൽ 3 ടൈംസ് ആണ് വിഡ്രോയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വിഡ്രോയിൽ റേറ്റ് 5% ഒരു ടാക്സും പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൂഫ് കാണിച്ചാൽ ഇപ്പോൾ 500 രൂപ കാണാൻ പറ്റും. 500 രൂപ ഞാൻ വിഡ്രോ ചെയ്ത് കംപ്ലീറ്റ് ആണ്. 475 രൂപയാണ് എനിക്ക് കിട്ടിയത്. 25 രൂപ ടാക്സ് എമൗണ്ട് ആയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ബാങ്കിലോട്ട് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് സ്ക്രീൻഷോട്ടും കാണിക്കാൻ പറ്റില്ല, കാരണം ബാങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ബാങ്കിൻ്റെ ആപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ വിഡ്രോയിൽ കാര്യമൊക്കെ പക്കയായിട്ട് ഇപ്പോൾ കിട്ടി. എനിക്ക് വിത്തിൻ 2 or 3 ഹവേഴ്സിനുള്ളിൽ പേയ്മെൻറ്റ് ആയാലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. താല്പര്യമുള്ളവർ നല്ല ആരും തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.